ഈ ജനശ്രീ പദ്ധതിയെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ എനിക്ക് തോന്നുന്നു മിക്കവർക്കും അതൊരു അറിവില്ലായ്മ പോകുന്നുണ്ടോ ഒരു സംശയം. ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. ഇപ്പം ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കീഴിൽ ഈ പോവർട്ടി താഴെയുള്ളതാണ്. ജനശ്രീയിൽ എല്ലാവരും ഉണ്ട്. BPL, APL, സ്ത്രീപുര. അത് ഞങ്ങൾ ഈ അവരുടെ മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ അവരവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവർക്ക് ഒരു വായ്പ, അവരുടെ ഒരു ഉപജീവനത്തിനൊരു വായ്പ. മൈക്രോ ഫൈനാൻസ് ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ ഞങ്ങൾ ജനശ്രീ ഇവിടെ കഴിഞ്ഞ 8 കൊല്ലമായി പ്രൊമോട്ട് ചെയ്യുന്നത് ജൈവ കൃഷി. കാരണം വരുമാനം ഉണ്ടാക്കാൻ ഒരു തൊഴിൽ. അപ്പോൾ കൃഷി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ജൈവവളം ഉപയോഗിച്ച് ഉണ്ടാക്കുക. അങ്ങനെയുള്ള ചില പ്രോഗ്രാംസും. ഇപ്പോൾ ഒരാഴ്ച മീറ്റിംഗ് കൂടിയിട്ട് ഇവരെല്ലാം കൊണ്ടുവരുന്ന സമ്പാദ്യം ഉണ്ടല്ലോ, അത് ബാങ്കിലിട്ടിട്ട് അവിടെ നിന്ന് അവർക്ക് ലോൺ എടുത്തു കൊടുക്കും, അവർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ. അത് ഒരു ആക്ടിവിറ്റി. ജൈവ കൃഷി വേറൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി. അത് ശരിക്കും ഗവൺമെന്റിന് ഈ തരിശു ഭൂമിയൊക്കെ ഏറ്റെടുത്ത് തരാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് തരിശു ഭൂമി എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾക്ക്, ഈ സംഘങ്ങൾക്കൊക്കെ കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, കുടുംബശ്രീക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് തരും. നമ്മളെന്താണെന്ന് വെച്ചാൽ അവരവരുടെ സ്ഥലത്ത് ഹോൾഡിങ്സ് അടുത്തടുത്തുള്ളതെടുത്ത് ഈ ജൈവ കൃഷി നടത്തുക. പിന്നെ കോഴി വളർത്തൽ, ആട് വളർത്തൽ, ഇതിൽ നിന്നെല്ലാം എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക. ഒരു വലിയൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലൂടെ തൊഴിലുണ്ടാക്കി. ശരിക്കും അങ്ങനെയൊക്കെ വരണം സർ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഡിപ്പെൻഡഡ് ആവണ്ട. നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് സ്ത്രീകളെ സ്വന്തം കാലിൽ നിർത്താൻ പ്രാപ്തരാക്കണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. അപ്പോൾ അവരെ വരുമാനം ഉണ്ടാക്കുക, അവരുടെ എംപവർമെൻറ്റ്, അവരുടെ ലേബർ, അവരുടെ എംപ്ലോയ്മെൻറ്റ്, ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ സെൽഫ് ഹെൽപ്പ് സ്വയം സഹായ സംഘം എന്ന് പറയുന്നത് അവരെല്ലാം കൂടി നടത്തുന്ന ശ്രമമാണ്. ഇത് കുടുംബശ്രീ ആണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ സഹായം ഉള്ളതുകൊണ്ട് വളരെ അധികം ആളുകൾക്ക് അത് സഹായം നൽകുന്നുണ്ട്. ഇത് ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ അത് അവരുടെ ഇനിഷ്യേറ്റീവ് നമ്മൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി ഒരു 19,000 സംഘങ്ങളും ഏതാണ്ട് ഒരു 10 ലക്ഷം അംഗങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ പരിപാടിക്ക് വരുന്നത് ഹർത്താൽ, അതിനെതിരായിട്ട് ഒരു നിയമം വന്നിട്ടുണ്ട്, ഹർത്താൽ നിയന്ത്രണ ബില്ല്. അത് കുറെ പേര് എതിർക്കുന്നുണ്ട്. അത് പാസ്സാക്കണമെന്ന് പറഞ്ഞ് ജനശ്രീക്കാർ എല്ലായിടത്തും ഒരു ജനകീയ കൂട്ടായ്മ നടത്തി. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുള്ള അതിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ഇലക്ഷൻ സമയത്തും അല്ലാത്ത എന്ത് സമയത്തും ഈ ഹോർഡിങ്സ് അധികം, ഫ്ലെക്സ് അധികം വെക്കാൻ പാടില്ല. പക്ഷേ ആ നിയമം ആരെത്രത്തോളം അനുസരിക്കുന്നു സർ? നമ്മളിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വഴി ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഫ്ലെക്സിനെ വെച്ച് വേണം നമ്മൾ വഴി പറഞ്ഞു കൊടുക്കാൻ. ആ ഒരു അവസ്ഥ എത്തി. ഇപ്പൊ കഴിഞ്ഞ തവണ കോർപ്പറേഷൻ ഇലക്ഷൻ, ഓരോ ഇലക്ഷനും വരുമ്പോൾ സ്ട്രിക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ലോക്കൽ ബോഡീസ് എല്ലാം വളരെ സ്ട്രിക്റ്റ് തീരുമാനം എടുക്കുക. അങ്ങനെ ബോർഡ് വയ്ക്കാൻ പാടില്ല. വയ്ക്കണമെങ്കിൽ തന്നെ അഡ്വർടൈസ്മെന്റിന് കോർപ്പറേഷൻ്റെ അനുവാദം വേണം, അതിന് പണം കെട്ടണം. സർ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നടപ്പിലാക്കണം സർ. അങ്ങനെ നമ്മൾ വേഗമായിട്ട് കളയരുത്. എല്ലാം അത് ചെയ്താണ്. അതെന്തെന്നറിയോ സർ, ഞാൻ പറയാൻ കാര്യം, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട ഒരു കാഴ്ചയാണ് സർ. ഞാൻ ഇങ്ങനെ ട്രാഫിക്കിൻ്റെ ബ്ലോക്കായിട്ട് പോകുന്ന സമയത്ത് ഒരു ചേച്ചിയാണെങ്കിൽ സ്കൂട്ടർ ഓടിക്കുക. അപ്പം ഞാൻ കാറിലിരുന്ന് കാണുന്ന കാഴ്ചയാണ്. അപ്പുറത്തു നിന്നൊരു ബസ് വരുന്നുണ്ട്. അപ്പം ചേച്ചി എന്നാ ചെയ്തു, ആ സ്കൂട്ടർ ഒന്ന് ഒതുക്കി കൊടുത്തു ബസ്സിന് പോവാനായിട്ടേ. ഒതുക്കി കൊടുത്തതും അയ്യോ എന്നൊരു വിളി മാത്രം ഞാൻ കേട്ടു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ചേച്ചിയുടെ കണ്ണിങ്ങനെ തടവിക്കൊണ്ട് നിൽക്കുക. അപ്പം ഈ കുറേ ആൾക്കാർ വന്നേച്ച് ഇതൊക്കെ കാരണമെന്നും പറഞ്ഞേച്ച് അവിടെ ഒരു മുളയും അതിൻ്റെ ഒരു പാർട്ടിയുടെ കൊടിയും ഉണ്ട്. സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പം ഈ മുള ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുക. ആ മുള കയറി പുള്ളിക്കാരത്തിൻ്റെ കണ്ണെ കൊണ്ടതാ. അപ്പം എന്നാ ചെയ്തു, അപ്പം ഞാനൊക്കെ വണ്ടി നിർത്തിച്ച് ഒന്ന് ഇറങ്ങാൻ പോയി. ഒരു ചേച്ചിക്ക് പറ്റിയതല്ലേ. അന്നേരം അവിടെ ഒരു ചേട്ടൻ വന്നേച്ചു ഇതൊക്കെയാ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊടി അങ്ങോട്ട് വലിച്ചൂരാനായിട്ട് പോയതും പുള്ളി ഒരു സഡൻ സ്റ്റോപ്പ് അവിടെ നിന്നു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എന്നാ അത് മാറ്റാത്ത, ചേച്ചിയുടെ കണ്ണ് വേണ്ട, ചേച്ചി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ചേച്ചിയെ സമാധാനിപ്പിച്ചു വിട്ടു. അതന്നെ സർ, നമ്മുടെ രാഷ്ട്രീയക്കാരോടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോടോ ഒക്കെ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്രോച്ച് പേടിയാണോ? അതെന്തിനാ സർ? ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ. അത് മാറണം. ഇപ്പോൾ ആ കൊടി എടുത്താൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ആരെങ്കിലും വന്ന് അയാളെ അടിക്കും. അതിനെ അവഗണിക്കുന്നവരുണ്ട്. പക്ഷെ എന്നോട് എന്താ പറഞ്ഞറിയോ, മോളെ പോയിട്ട് വരൂ, ആ ചേച്ചി പൊയ്ക്കോളും, അതവിടെ ഇരുന്നോട്ടെ, തീർന്നു. ഇപ്പൊ ജനങ്ങൾക്ക് എടുക്കാൻ ഭയക്കുന്ന ഒന്നുകിൽ അയാൾ ആ പാർട്ടിക്കാരനായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിക്കാർ വന്ന് ഇത് കണ്ടാൽ എന്തെങ്കിലും ഉപദ്രവിക്കുമെന്നുള്ള ഭയം. അത് പാടില്ല. ഈ റാനി പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഒരു നിശ്ചയദാർഢ്യം നമുക്ക് വേണം. അത് മന്ത്രിയായാലും MLA ആയാലും ജനങ്ങൾക്കും അത് നമ്മൾ ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പ്
ഒരുറച്ച തീരുമാനം വേണം. അത് നടത്തുമ്പോൾ ആളുകളുടെ ഒരു സപ്പോർട്ടും വേണം. ഇത് രണ്ടും ഉണ്ടായാലേ തീർച്ചയായിട്ടും ഉണ്ടാവും സർ. തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങളെ സേവിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ കൂടെ നിൽക്കും സർ. ചെയ്യുന്ന ആളുകളില്ലേ, അപ്പോൾ പെട്ടെന്ന് വന്ന് ആര് മന്ത്രിയല്ല MLA ഇപ്പം ഒരു മന്ത്രി കടന്നു പോകുന്നു, വാഹനങ്ങളെല്ലാം തടഞ്ഞാൽ ചില ആളുകൾ പറയും പറ്റില്ല, ഞങ്ങൾക്ക് പോകണം, പോട്ടെ, പ്രധാനമന്ത്രിയല്ല ആരായാലും എന്താ നിങ്ങളെന്തിനാ തടയുന്നത് എന്ന് ചോദിക്കുന്ന അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതല്ല, അങ്ങനെ അനാവശ്യമായി ഇപ്പോൾ ഹർത്താൽ, ബന്ദ്, പണിമുടക്ക്, വഴിതടയൽ, ഇതെല്ലാം നമ്മൾ പബ്ലിക്കിൻ്റെ ഒരു മുമ്പിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് വേണം അതിനോടെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും ജനങ്ങളുടെ താല്പര്യം നോക്കണം. ജനങ്ങളാണെങ്കിലോ ആരെങ്കിലും ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു എല്ലാവരും കയറി അങ്ങ് വീട്ടിലിരിക്കും, അതും പാടില്ല. ഇല്ല, ഞങ്ങൾക്ക് നടക്കണമെന്ന് പറയണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നടക്കും. ശരി. പക്ഷെ അതേപോലെ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ള തന്നെയാണെന്ന് സാർ, നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇപ്പം ഒത്തിരി ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ബസ് സ്റ്റാൻഡ്സസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു MP-യുടെ വികസന ഫണ്ടിൽ നിന്ന് ആൾക്കാരൊന്നും വെയിലത്ത് നിൽക്കേണ്ട, അല്ലാതെ ബസ് സ്റ്റാൻഡിൽ പുതിയതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ കാണുന്നത് എന്നാന്നറിയോ, ആരാന്നോ ആ ബസ് സ്റ്റാൻഡ് അവിടെ ചെയ്യുന്ന ആ പുള്ളിയുടെ പേരവിടെ കാണും. അതങ്ങനെ വേണം. MLA-യുടെയോ MP-യുടെയോ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസയാണ്. അപ്പം അത് അയാൾ അല്ലല്ല, സർക്കാരിൻ്റെ പൈസയാണ്. അപ്പോൾ ആ MLA-ക്ക് എനിക്ക് അനുവദിച്ച പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ജനക്ഷേമ കാര്യം ഞാൻ ചെയ്തു എന്ന് നാട്ടുകാരെ അറിയിക്കാൻ എഴുതി വയ്ക്കുന്നതാണ്. അയാളുടെ വീട്ടിൽ നിന്നല്ല. അത് വേണോ വേണ്ടതെന്നുള്ളത് നമുക്ക് കാര്യം ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ജനത്തെ സേവിക്കുന്ന ഒരു ലീഡർഷിപ്പ് നല്ലതായിട്ട് ഒരു കാര്യം ചെയ്താൽ ജനങ്ങൾ അത് നമ്മൾ നല്ലൊരു കാര്യം അല്ലാതെ അറിയണ്ടേ. ഇപ്പോൾ എല്ലാവരും പറയണ്ട, അല്ലാതെ തന്നെ ജനങ്ങൾ അറിയും. അതറിയില്ല. കാരണം ഇപ്പോൾ വഴിയെ പോകുന്ന അത് തുടങ്ങുന്ന ദിവസം അവിടെ കൂടുന്നവരല്ലേ അറിയുള്ളൂ. ഇപ്പോൾ ഒരു MP-യോ MLA-യുടെയോ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം എന്താണെന്നറിയോ സാർ, ഒരു പെർട്ടിക്കുലർ മണ്ഡലം ആണെങ്കിൽ ഹീസ് റെസ്പോൺസിബിൾ ടു ഡു ദാറ്റ് ആണ്. അതല്ല, പക്ഷെ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം. അല്ല, അയാൾക്ക് ഇത്രയേ ഉള്ളൂ. ഇത് PWD-യുടെ ഫണ്ടല്ല, MLA-ക്ക് പ്രാദേശിക വികസനത്തിന് സർക്കാർ തന്ന ഫണ്ട്. എല്ലാ MLA-മാരും ഇലക്ഷന് നിൽക്കുന്നവരും ജനങ്ങളുടെ ഒരു അവർക്ക് വേണ്ടി പലതും ചെയ്തുവെന്ന് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവരുമല്ലേ. അതുപോലെ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെ, അവിടെ ഞാൻ ഷെഡ് ഉണ്ടാക്കി തന്നില്ലേ, ഇവിടെ ഞാൻ സ്കൂളുണ്ടാക്കാൻ കാശ് തന്നില്ലേ എന്ന് MLA പറയണമെങ്കിൽ ഈ പേരെഴുതി വെച്ചാൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? അപ്പൊ ഈ വലിയ മാസ് ലൈറ്റ് ഒക്കെ വെക്കുന്നല്ലോ, അതിന്റെ അടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാത്തിനും എഴുതി വെക്കാറുണ്ട്. അതിന്റെ കാരണം ഇതാണ്, ഒരു MLA ആയിരുന്ന ആളായതുകൊണ്ട് അത് വേണ്ടാന്ന് ആര് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു മറുവാദം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞതിനകത്ത് പബ്ലിക്കിന് സർക്കാരിൻ്റെ കാശാണ് എന്തിനാ പേരെഴുതി വയ്ക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നത് ന്യായമായൊരു ചോദ്യം. പക്ഷേ MLA-മാരെയും MP-മാരെയും സംബന്ധിച്ച് അവരാണിത് അവരുടെ അവർക്കിപ്പോൾ 5 കോടി രൂപ ഒരു MLA-ക്ക് തന്നാൽ അതെന്തിനെല്ലാം ചിലവാക്കിയെന്ന് ജനങ്ങളെയും വോട്ടർമാരെയും ഒന്ന് അറിയിക്കണ്ടേ. പിന്നെ ചെറിയ അക്ഷരത്തിലൊക്കെ വേണമെങ്കിൽ എഴുതി വയ്ക്കണമെങ്കിൽ പഠിച്ചത്. ഈ ഒരു കുഞ്ഞ് അടുക്കളയിൽ സർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നുമല്ല ഞങ്ങൾക്ക് പറഞ്ഞത്, വലിയ വലിയ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. എല്ലാം വലിയ വലിയ കാര്യങ്ങൾ. ഏതായാലും ഇത് കൊള്ളാം. കാരണം ഈ അടുക്കളയിൽ വെച്ച് കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സമൂഹത്തെ ശരിക്കും ഒന്ന് കുക്ക് ചെയ്ത് മാറ്റിയെടുക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൊള്ളാം. കാരണം എന്ന് വെച്ചാൽ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഗൗരവമായ കാര്യങ്ങൾ പറയും. അതുകൊണ്ട് എന്തായാലും സാർ ഇനി അടുത്ത ഒരു എപ്പിസോഡിലും കൂടി ഞങ്ങളുടെ അടുത്ത് വരേണ്ടി വരും. മന്ത്രിയാവുമ്പോൾ എത്രയായാലും അത് ഒറ്റയ്ക്കല്ല, അടുത്ത പ്രാവശ്യം വരുമ്പം ചേച്ചിയായിട്ട് കൂടെ വരണം. പിന്നെ നമ്മുടെ വീട്ടമ്മമാരുടെ കുറേ കാര്യങ്ങളൊക്കെ സർ സൊല്യൂഷൻ കണ്ടെത്തി തരാം എന്ന് പറഞ്ഞു. പിന്നെ സർ ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റേ ഉള്ളൂ, നാളെ എന്നൊരു വാക്ക് പ്രയോഗിക്കാതെ കഴിയുന്നത് ഇന്ന് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, ഇല്ല ഞങ്ങൾ പ്രായം മാത്രമേ വർദ്ധിക്കുന്നു, മനസ്സിന് മാറ്റം വരണം. ഞങ്ങൾക്കൊക്കെ ആ ഒരു മനസ്സ് മാറിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ കണ്ടാന്നു ഞങ്ങൾ ശരിക്കും ഒരാൾക്ക് വോട്ട് ചെയ്തും ഞങ്ങൾ ഒരു ലീഡർഷിപ്പ് എത്തിക്കുന്നത്. പിന്നെ ഞങ്ങളെ മറന്നു പോകരുത്, അത് മാത്രമേ ഞങ്ങൾക്കൊരു ചിന്ന റിക്വസ്റ്റ്. എന്തായാലും സർ കഴിക്കണം. ഈ ഷോയിൽ വന്ന് ഞങ്ങളോട് ഇച്ചിരി വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന സാറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്.